ടോം ക്രൂസ് തന്നെയാണ് ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ്. അപ്പൊ ഈ പടം അത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി തന്നെ പറയാം. Hey Cinephiles, welcome back. Witnessing the epic action adventure ride for one last time, the most awaited Mission Impossible Final Reckoning. അപ്പോൾ 60-ാം വയസ്സിലെ ടോം ക്രൂസ് അഴിഞ്ഞാട്ടം കണ്ടറിഞ്ഞ് ഓടിച്ചിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു മിഷൻ ഇമ്പോസിബിൾ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളുടെ മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ ഫേവറേറ്റ് മിഷൻ ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നേരെ മിഷൻ ഇമ്പോസിബിൾ റിവ്യൂല്. എനിക്ക് സത്യത്തിൽ കണ്ണ് കറണ്ടിരിക്കും. ആദ്യത്തെ ഒരു ട്രിബ്യൂട്ട് തന്നെയുണ്ട്. ട്രിബ്യൂട്ട് വെച്ചാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ കാണുമ്പോൾ നമുക്ക് അല്ലാതെ ഇമോഷണൽ ആവും. പിന്നെ ഈ മൂവി എന്ന് പറയുമ്പോൾ ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി തന്നെ പറയാം. ആക്ഷനാണ് വേണ്ടത്, എന്താ വേണ്ടത്, ഞാൻ മൂവിയിലെല്ലാം ഉണ്ട്. ഒരു മിഷൻ ഇമ്പോസിബിൾ ഫാന് സാറ്റിസ്ഫൈ ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റിയ എല്ലാം ഇവിടെ ഉണ്ട്. ഞാനിത് ഓഫ് കോഴ്സിന് 10/10 കൊടുക്കും. ഈ ടെൻഷൻ പാക്ഡ് ആണ്. അവസാനമൊക്കെ ഭയങ്കര ടെൻഷനായി. അങ്ങേരുടെ സ്റ്റണ്ടൊക്കെ കാണണം. എയർപ്ലെയിൻ വെച്ചൊക്കെ ചെയ്യുന്ന സ്റ്റണ്ടൊക്കെ ആണെങ്കിലും വൺ ലെവൽ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒന്നുകൂടെ ഉറപ്പായിട്ടും പോയി കാണും. ബെസ്റ്റ് സീൻ ആ പ്ലെയിൻ സ്റ്റണ്ട് ഉണ്ട് സെക്കൻഡ് ഹാഫില്. ബെസ്റ്റ് സീനാണ്. ആ ക്ലൈമാക്സ് എല്ലാം കൂടെ ഇമോഷണൽ എല്ലാം കൂടെ ചേർത്തൊരു പെർഫെക്റ്റ് മൂവി എന്ന് തന്നെ പറയണം. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷയെക്കാളും അപ്പുറത്തായിരുന്നു. ടോം ക്രൂസ് എപ്പോഴത്തേം പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 സീൻസ് ഉണ്ട്. ഒരു സമ്മറൈൻ സീൻസ് ആണ്. അതൊക്കെ ഈ പടത്തിന്റെ ഒരു റേഞ്ച് തന്നെ മാറ്റി കളഞ്ഞു. നമ്മള് സ്റ്റണ്ടും അതൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ അത് അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല. ബട്ട് അങ്ങനത്തെ 2-3 സീൻസ് ഉള്ളതുകൊണ്ട് ആ പടത്തിന്റെ റേഞ്ച് തന്നെ മാറിക്കളഞ്ഞു. പിന്നെ നല്ലൊരു ഫെയർവെൽ തന്നെ ആയിരുന്നു. നമുക്ക് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പടം. കമ്പയർഡ് ടു മുമ്പത്തെ സീരീസ് എന്തെങ്കിലും സ്റ്റോറി ഇതിന് മുമ്പുള്ള പാട്ടിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ട്രിബ്യൂട്ട് തന്നെ ആയിരുന്നു ടോം ക്രൂസ്. സീറ്റഡ് ത്രില്ലർ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു സീരിയസ് മൊത്തം ഒരു സീരിയസ് ഫേസിലാണ് പോകുന്നത്. ആ ഒരു ഫസ്റ്റിന്റെ പാട്ട് കാണുമ്പോൾ തന്നെ അറിയാം അടുത്ത പാട്ട് നല്ല സീരിയസ് ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇത് അതുപോലെ തന്നെ നല്ലൊരു മൂഡിൽ എടുത്തേക്കുന്നു. ടോം ക്രൂസ് തന്നെയാണ് ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ്. അപ്പൊ ഈ പടം അത് തെളിയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെയ്തേക്കുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. വേറെ ആർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ബെസ്റ്റ് തന്നെയാണ്. മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ ബെസ്റ്റ് പടം തന്നെയാണ്. ഡെഡ് റെക്കണിങ് കണ്ടപ്പോൾ അതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടപ്പോൾ ഇത് തന്നെയാണ് ബെസ്റ്റ്. നമുക്ക് ആ പുള്ളിയുടെ അഡ്വഞ്ചർ BTS ഒക്കെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു അഡ്രിനാലിൻ അത് തന്നെ സിനിമയിൽ കാണാൻ ഉടനീളം തന്നെ ഉണ്ട്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് ഡ്രാമ ആണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടെൻഷനാണ്. ഫുൾ ഇങ്ങനെ മിനിറ്റ് ബൈ മിനിറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ടപ്പടപ്പേന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ സിനിമ ഡിമാൻഡ് ചെയ്തൊരു ഫെയർവെൽ ആണെന്ന് തോന്നി ഈ പടം. അതെ അതെ അതെ. അവസാനം പിന്നെ നിങ്ങൾക്ക് വെച്ചേക്കുകയാണ്. ബെസ്റ്റ് സീൻ എന്ന് പറയുന്നതായിരിക്കും. ബെസ്റ്റ് സീൻ അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്. ഒരു 30 മിനിറ്റ്സ് അങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നത്. അത് അടിപൊളിയായിട്ട് അത് ചെയ്ത് വെച്ചേക്കുന്നത്. അത് തന്നെയാണ് പ്രതീക്ഷയിൽ സൂപ്പറായിരുന്നു പടം. പഴയ ഭാഗങ്ങളൊക്കെ വെച്ച് നമ്മൾ വിചാരിച്ചു ഇപ്പം ലാസ്റ്റിന് കുളമാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല രീതിയിലായിരുന്നു പടം. നല്ല രീതിയിൽ തീർന്നു. ടോം ക്രൂസ് എങ്ങനെയുണ്ട്? സൂപ്പർ. ടോം ക്രൂസ് പറയണ്ടല്ലോ. ഹീറോ തന്നെയാണ് അയാള്. ആക്ഷൻ മറ്റേ നിന്ന് കുറെ അഡ്വഞ്ചർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ നല്ല. ആദ്യം ചെറിയ ലാഗ് പോലൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ലാഗ് എന്തിനാണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റോറിയാണോ ആക്ഷൻ ആണോ മെയിൻ? സ്റ്റോറി ആക്ഷനും എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇതോടെ തീരുവാണ്, ഫൈനൽ റെക്കണിംഗ് ആണ് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ തന്നെ തോന്നുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല. നമുക്ക് ചില കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ടോട്ടലി മിഷൻ ഇമ്പോസിബിൾ ഫാൻസ് സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, ഇതുവരെ കണ്ട മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ മിഷൻ ഇമ്പോസിബിൾ 1 and 2 തന്നെയാണ്. 1, 2, 3 തന്നെയാണ് ബെസ്റ്റ്. അതിനുശേഷം വന്നതിനെല്ലാം ഒരു ഡൗൺഫോൾ ആണ്. ഇതിൽ കഴിഞ്ഞ 2 പടത്തിൻ്റെ അത്രയും കിടിലമല്ല, എന്നാലും കൊള്ളാം. പുള്ളി നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നോട്ട് അപ് ടു ദ മാർക്ക്. കൊള്ളാം, പക്ഷെ വമ്പൻ കിടിലം എന്നൊന്നും പറയാൻ പറ്റില്ല. അഡ്രിനാലിൻ റഷ് സംഭവം കിട്ടിയില്ലെന്നാണ്. ആദ്യം തുടക്കമൊക്കെ കുറച്ച് നല്ല ഡ്രാഗ് ആയിരുന്നു. പിന്നെ പടത്തിൻ്റെ ലെങ്ത് 2-2.5 മണിക്കൂർ കൂടുതലുണ്ട്. 2 സീൻ, ഒരു അണ്ടർ വാട്ടർ സീൻ അടിപൊളിയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ഫ്ലൈറ്റിലൊരു ഫൈറ്റ് ഉണ്ട്. അത് 2 കിടിലാണ്. എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. പക്ഷേ നോട്ട് അപ് ടു ദ പ്രീവിയസ് വൺസ്. സ്ഥിരം ഒരു ആക്ഷൻ സ്റ്റോറിയിലൊക്കെ കണ്ട പ്ലോട്ടും തീമും ഒക്കെ കുറച്ചുകൂടി ഇമോഷണൽ. പുള്ളിയുടെ പഴയ ലൂതർ ബെഞ്ചി ടീമിനെയൊക്കെ ആയിട്ട് കുറച്ച് ഇമോഷണൽ. അവരുടെയൊക്കെ ലൈഫ് സ്പാൻ മീൻസ് അവരൊക്കെ ഏകദേശം കരിയറിന്റെ അവസാനത്തെ ഇനി ഒരു പാർട്ടിയോട് അവരെ കാണുമോ എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷൻ. ഫെയർവെൽ മൂഡിലാണ് ഒരു ഫെയർവെൽ മൂഡിലാണ് പടം നിർത്തിയേക്കുന്നത്. കുറച്ചുകൂടെ ഇമോഷണൽ ടച്ച്. ലൂതറിന് ബെഞ്ചിക്ക് കുറച്ച് ഇമോഷണൽ ടച്ച്, പ്രത്യേകിച്ച് ലൂതറിന് കുറച്ച്. അന്ന് കണ്ട അതേ എനർജി, അതേ നല്ല ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുടെ ബോഡി, ഫേസ്, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ മോശം ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബട്ട് കൈൻഡ് ഓഫ് ഒരു ഡൗൺഫോൾ ഉണ്ട്. പടം കൊള്ളാം, ബട്ട് കമ്പയർ ടു അതേഴ്സ് ഒരു ഡൗൺഫോൾ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ ഒരു ഇതായിരുന്നു കാര്യം. നിങ്ങളാരും ഓവർ ദ ടോപ്പ് ഒന്നും പ്രതീക്ഷിക്കല്.
അല്ലാതെ ജസ്റ്റ് ഇതിന്റെ സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂഷൻ. പിന്നെ പുള്ളി ഇത്ര വർഷം ഒക്കെ ചെയ്തു. പുള്ളി സെൽഫ് അവെയർ ആണ്. നമുക്ക് ഇതിൽ കൂടുതൽ ഇനി ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രഡിക്റ്റബിൾ കൺക്ലൂഷൻ. കറക്റ്റ് ടൈമിൽ ഒരു ഫെയർവെൽ മൂവി പോലെ അതെ തന്നെ, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ കഴിഞ്ഞതിനെ കാട്ടി വല്ലതും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫുൾ സീരീസ് കാണാത്തവർക്ക് എന്തെങ്കിലും വിട്ടൊക്കെ പോകും, പുതിയ ക്യാരക്ടേഴ്സോ പഴയ റെഫറൻസോ ഒക്കെ ത്രോ ബാക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് മനസ്സിലാവും. മുമ്പത്തെ പടം അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കണം. വേറെ ബാക്കി പഴയതിനോട് ജസ്റ്റ് ഒരു ടൈലൻഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഏതാണ് ടൈലൻഡിൽ എന്തെങ്കിലും സർപ്രൈസ് അങ്ങനെ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ. പിന്നെ അടുത്തതിനുള്ള പോസിബിലിറ്റി ആയിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. എന്നാ ഒരു ഇതുമില്ല. ഓക്കെ. ഗുഡ് മൂവിയാണ്, കൊള്ളാം. ടോം ക്രൂസിന്റെ ഒരു എന്താ പറയുക, ഈ ഒരു പ്രായത്തിൽ നല്ലൊരു മൂവി ഇറക്കിയിട്ടുണ്ട്. കമ്പയർഡ് ടു മുന്നത്തെ സീസൺ എങ്ങനെയാണ് സ്റ്റോറി ഡിഫറെന്റ്, ആക്ഷൻ ഡിഫറെന്റ്, മേക്കിംഗ് അങ്ങനെയൊക്കെ തോന്നിയത്? മീൻസ് ഓക്കെ, ഇതിലൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ബട്ട് ഓക്കെ, ഗുഡ്, നല്ല മൂവിയാണ്. ഇത് മുമ്പത്തെ സീരീസ് ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല പടം. നല്ല സിനിമയായിരുന്നു. ലൈക്ക് ഫ്രാഞ്ചൈസിൽ തന്നെ ബെസ്റ്റ് അല്ലെങ്കിലും നല്ല മൂവി തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു എയർക്രാഫ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളായിരുന്നു. നല്ല രസമുണ്ട്. കുറെ ടോം ക്രൂസിൽ നിന്ന് പ്രതീക്ഷ ഇതുവരെ കണ്ട സീരീസിൽ നിന്ന് കാണാത്ത ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട് ലൈക്ക് ഡിഫൈനിങ് സാധനങ്ങൾ തന്നെയാണ് ഇതിൽ. ലൈക്ക് പക്ഷെ അവസാനത്തെ ഒരു എയർക്രാഫ്റ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ഫൈറ്റ് സീക്വൻസ്, അതൊക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും പടം. യെസ് ഒബ്വിയസ്ലി, അത് കൊള്ളാം. ഒരുപാട് നല്ല സീക്വൻസ് ഉണ്ട്. ലൈക്ക് സീരീസിലെ ബെസ്റ്റ് അല്ലെങ്കിലും നല്ലൊരു മൂവി തന്നെയാണ്. ഒരുപാട് നല്ല സീക്വൻസും ഉണ്ട്. പിന്നെ ഒരു സബ്മെറീൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ടോം ക്രൂസ് ഫാൻസ് ഒക്കെ കാത്തിരുന്നൊരു ഫൈനൽ സൂപ്പർ ഫെയർവെൽ മൂവി പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല പഴയ ഇതിന്റെ ട്രിബ്യൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പഴയ ഇതിന്റെ ടോം ക്രൂസ് ഈ മിഷൻ ഇമ്പോസിബിളിന്റെ ട്രിബ്യൂട്ട് ഒക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടലി ഒരു അഡ്രിനൽ റഷ് മൊമെന്റ്സ്, ആക്ഷൻസ് ഒക്കെ ഒത്തിരി ആക്ഷൻസ് ആയിട്ടില്ല, പക്ഷെ സ്റ്റണ്ട്. ഓക്കെ, തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതുവരെ കണ്ട സീരീസിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഹൈപ്പും ടോം ക്രൂസ് എന്നുള്ള ഒരു ഫാക്ടർ അതെല്ലാം സീറ്റ് നമ്മൾ പിടിച്ചിരുന്നു, അടിപൊളി. പുള്ളിയുടെ അഭിപ്രായത്തിലെ ആക്ഷൻസ് അതൊക്കെ എങ്ങനെയുണ്ട് പരിപാടി? ആക്ഷൻസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത കണക്കുള്ള ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണും. ഓക്കെ, ബ്രോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വാച്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഞാൻ പുറത്ത് വെച്ചാണ് കണ്ടത്, അതുകൊണ്ടാണ് ഇന്ന് സെക്കൻഡ് റിലീസിനാണ് തന്നെ ഓടി വന്നത്. നല്ലതായിരുന്നു. നമുക്ക് ഫസ്റ്റ് നമുക്ക് ട്രിബ്യൂട്ട് പോലെ ഫസ്റ്റ് സീൻസ് എല്ലാം അങ്ങനെ ട്രിബ്യൂട്ട് പോലെയാണ് വരുന്നത്. പിന്നെ ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ടൈലൻഡ് പ്രതീക്ഷിച്ചു, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ അവസാനം ആ ടൈലൻഡ് കിട്ടിയില്ല. എന്നുവെച്ചാൽ നമുക്ക് അതോടെ തീരുകയാണെന്നുള്ള രീതിയിലാണ്. സീരീസ് പോലെ ആക്ഷൻ പാക്ഡ് ആണോ? ഫുൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് അല്ല, ഫസ്റ്റ് എല്ലാം ഒരു ബിൽഡപ്പ് പോലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണ് ആക്ഷൻ അതിന്റെ ഒരു കോറിലേക്ക് വരുന്നത്. ആ ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ തന്നെയാണ്. ഓക്കെ, സൂപ്പർ ആയിട്ടാണ്. കുഴപ്പമില്ല, ബട്ട് മറ്റേ എനിക്ക് ഇതിന് മുമ്പത്തെയാണ് ലൈക്ക് ഫൈനൽ റെക്കണിങ്ങിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് റെക്കണിങ്, ലൈക്ക് ഡെഡ് റെക്കണിങ് ഇല്ലേ, അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം ഒരു ഇമോഷണൽ രീതിയിലാണ് പോകുന്നത് കൂടുതലും. കുറച്ച് ഇമോഷണൽ അല്ല, കുറച്ചുകൂടെ ഫണിയാണ്, കോമഡി ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. സ്ഥിരം മിഷൻ ഇമ്പോസിബിൾ ടെംപ്ലേറ്റ് മാറ്റിയിട്ടാണോ ആക്ഷൻ ഓറിയന്റഡ്? അല്ല, ഇറ്റ്സ് ദ സെയിം, ബട്ട് കുറച്ചൊക്കെ എന്താ പറയാ, ലൈക്ക് പഴയ മൂവീസിനകത്ത് നിന്ന് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റിനകത്ത് നിന്നൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടലി ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ലൈക്ക് എല്ലാം ആദ്യം തൊട്ടേ ഒന്നുകൂടെ കണ്ടിട്ടാണ് വരുന്നത്. ലൈക്ക് ഓൾ 7 മൂവീസ് കണ്ടിട്ടാണ് ഇപ്പം ഇതിന് വന്നത്. ഫസ്റ്റും സെക്കൻഡും മാത്രമേ സ്കിപ്പ് ചെയ്തു. ലൈക്ക് കുറെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് റെഫറൻസ് എന്നല്ല, കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട് ലൈക്ക് അതിനെ കുറിച്ചിട്ട് തന്നെ. ടോം ക്രൂസ് എങ്ങനെയുണ്ട്? ടോം ക്രൂസ് ഈസ് ടോം ക്രൂസ്. ഓക്കെ, നല്ല എൻഡിങ് ഒക്കെയാണ്. കമ്പയർഡ് ടു മുമ്പത്തെ സീരീസ് ആ ഒരു ഹൈപ്പ് തന്നെ കിട്ടി. ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ല, ഫ്രാഞ്ചൈസിൽ ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ല, പക്ഷെ കൊള്ളാം. ആക്ഷൻ ഓറിന് ഫുൾ ആക്ഷൻ ആണോ? അത് സ്റ്റോറി ഒക്കെ ഡിഫറെന്റ്? ആക്ഷൻ കുറവാണ്, സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ആക്ഷൻ. ടോട്ടലി തിയേറ്റർ വാച്ച്. ഓക്കെ, യെസ്, ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് മിഷൻ അതും കൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എൻഡ് ഓഫ് ആൻ ഇറ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഫാൻസിനൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.